بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഹാദി അൽ അർവാഹ് ഇലാ ബിലാദിൽ അഫ്റാഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ സംക്ഷിപ്തമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വർഗത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കിതാബ് സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശാലമായി ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നാം വായിച്ച് അവസാനിപ്പിച്ചത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഇല്ലിയീൻ എന്ന കിതാബുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുമാണ് നാം വായിച്ചത്. അടുത്ത വിഷയം ഇബ്നു ഖയ്യിം ഈ കിതാബിൽ പറയുന്നത് ഫീ തവഹ്ഹുദി ത്വരീഖിൽ ജന്ന വഅന്നഹു ലൈസ ലഹാ ഇല്ലാ ത്വരീഖുൻ വാഹിദുൻ. സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള വഴി എന്നുള്ളത് അത് ഒന്നു മാത്രമാണ് എന്നത്. അഥവാ ഒരുപാട് മാർഗങ്ങളിലൂടെ സ്വർഗത്തിൻ്റെ കവാടം എന്നുള്ള അർത്ഥത്തിലല്ല, സ്വർഗം ലഭിക്കുക എന്നുള്ളതിനുള്ള ഒരു പാത, ഒരു മാർഗം എന്നുള്ളത് അതൊന്നു മാത്രമാണ് എന്നത്. هذا مما اتفقت عليه الرسل من أولهم إلى خاتمهم صلوات الله وسلامه عليهم. ഈ ഒരു കാര്യത്തിൽ അഥവാ ഈ ഒരു ഒറ്റ മാർഗമാണ് സ്വർഗത്തിലേക്കുള്ളത് എന്നുള്ളതിൽ എല്ലാ റസൂലുകളും, ആദ്യത്തേതാവട്ടെ അവസാനത്തേതാവട്ടെ, എല്ലാ റസൂലുകളും ഏകോപിച്ചിട്ടുള്ള ആ റസൂലുകളെല്ലാം കാണിച്ച മാർഗവും വഴിയും അതാണ്. വമ്മാ തുർഖുൽ ജഹീം, എന്നാൽ നരകത്തിലേക്ക് എത്തിച്ചേരുന്ന മാർഗങ്ങൾ, നരകത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്നുള്ളത് ഫഅക്സറു മിൻ അൻ തുഹ്സ, അത് എണ്ണി തിട്ടപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലാണ്. അഥവാ ഉദ്ദേശം നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്നെല്ലാം പറയുമല്ലോ, ഒരൊറ്റ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. പക്ഷേ നരകത്തിലെത്താൻ പല വഴികളിലൂടെ, പല ഷിർക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഷിർക്ക് തന്നെ വ്യത്യസ്ത ഇനങ്ങൾ, അതുപോലെ തന്നെ ബിദ്അത്ത് അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ, അതുപോലെ മഅസിയത്ത് അത് വ്യത്യസ്ത ഇനങ്ങൾ, അതിൽ കാഠിന്യം കൂടിയത്, അങ്ങനെ പല രീതിയിൽ നരകത്തിലേക്ക് എത്തിച്ചേരാം. അതിൻ്റെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല നരകത്തിലെത്തുന്ന വഴികൾ. പക്ഷേ സ്വർഗത്തിലേക്കുള്ളത് ഒറ്റൊരു മാർഗമാണ്. അത് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിൻ്റെയും എല്ലാം ഒറ്റ മാർഗമാണ്. വലിഹാദാ യുവഹിദു സുബ്ഹാനഹു സബീലഹു വയജ്മഉ സുബുലന്നാർ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റയായിക്കൊണ്ട് പറയുന്നതും, ഖുർആനിൽ സ്വർഗത്തിലേക്കുള്ള മാർഗം പറയുമ്പോൾ സിംഗുലർ ടേമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒറ്റയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നരകത്തിനെ പറ്റി പറയുന്നിടത്ത് അത് പ്ലൂറലായിട്ട് ജംആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വഴികൾ എന്നുള്ള അർത്ഥത്തിലാണ്. കഖൗലിഹി തആല, സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു. ഈ മാർഗം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള, സ്വഹാബികൾ പിൻപറ്റിയിട്ടുള്ള ആ മാർഗം, അതാണ് നേരെ ചൊവ്വയുള്ള മാർഗം, അത് നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുല, നോക്കൂ ഇവിടെ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ മാർഗം എന്ന് ഒന്ന് പറഞ്ഞിട്ട് വലാ തത്തബിഉ അസ്സുബുല, മറ്റുള്ള മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബിക്കും അൻ സബീലിഹി, അത് നിങ്ങൾ എന്ത് ചെയ്യും? ഒറ്റ ഈ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ഭിന്നിപ്പിച്ച് കളയും. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള മാർഗം ഒന്നാണ് എന്നും നരകത്തിലേക്കുള്ളതിനെ പറ്റി പറഞ്ഞപ്പോൾ സുബുൽ എന്നുള്ള പദം ഉപയോഗിച്ചു. സബീലിന്റെ ജംആണ്, പ്ലൂറലാണ് സുബുൽ എന്നുള്ളത്. അപ്പോൾ സുബുൽ എന്നുള്ള പദം പിഴച്ചുപോയ മാർഗങ്ങളെയും സബീൽ എന്നുള്ളത് നേരെ ചൊവ്വയുള്ള സിറാത്തുൽ മുസ്തഖീമിലേക്കും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരായത്തിൽ സൂറത്തുൻ നഹ്ലിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാല വഅലല്ലാഹി ഖസ്ദുസ് സബീൽ വമിൻഹാ ജായിറുൻ. അള്ളാഹുവിന്റെ മേലുള്ള ബാധ്യതയാണ് ഖസ്ദുസ് സബീൽ. ഖസ്ദുസ് സബീൽ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വയുള്ള മാർഗം കാണിച്ചു തരിക എന്നുള്ളത്. വമിൻഹാ ജായിറുൻ, മാർഗങ്ങളിൽ പിഴച്ച, ജായിർ എന്ന് പറഞ്ഞാൽ പിഴച്ച മാർഗങ്ങൾ വേറെയുണ്ട്. അതിന്റെ തഫ്സീർ വമിനസ് സബീലി ജായിറുൻ അനിൽ ഖസ്ദി വഹിയ സബീലുൽ ഗയ്, മാർഗങ്ങളിൽ പിഴച്ച മാർഗങ്ങളുണ്ട്, അതാണ് സബീലുൻ ജായിർ എന്ന് പറഞ്ഞിട്ടുള്ള മാർഗം.
മറ്റൊരായത്തിൽ സൂറത്തുൽ ഹിജ്റിലെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീമുൻ, ഇതാണ് നേരെ ചൊവ്വയുള്ള എൻ്റെ മാർഗം എന്നുള്ള ആശയത്തിൽ വേറെയും ധാരാളം ആയത്തുകളിൽ സ്വർഗത്തിലേക്കുള്ള മാർഗം പറയുമ്പോൾ അത് ഒറ്റയായിക്കൊണ്ടും നരകത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ അത് ധാരാളമായിക്കൊണ്ടും പറഞ്ഞത് കാണാം. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു മാജയും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വര വരച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഹാദാ സബീലുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാർഗമാണ്, അഥവാ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന നേരെ ചൊവ്വയുള്ള മാർഗം. ثم خط خطوطا عن يمينه وعن يساره, പിന്നെ അതിന്റെ വലതും ഇടതുമായിട്ട് ധാരാളം വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരച്ചു. ثم قال, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇത് മാർഗങ്ങളാണെന്ന് പറഞ്ഞു. അഥവാ ഹാദാ സബീലുല്ലാഹ് എന്നുള്ളത് ഒന്നായിക്കൊണ്ടും ഹാദിഹി സുബുലുൻ, ഇത് വ്യത്യസ്ത മാർഗങ്ങളാണ് എന്ന് നിലക്ക് പറഞ്ഞു. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി, ആ ഓരോ മാർഗത്തിലും ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഓരോ ശൈത്താൻ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. എന്നിട്ട് സുമ്മ ഖറഅ, എന്നിട്ട് പാരായണം ചെയ്തു നമ്മൾ നേരത്തെ ഓതിയ സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഫഇൻ ഖീല, ഇനി ആരെങ്കിലും പറയുകയാണ് എന്ന് വിചാരിക്കുക, ഫഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല ഖുർആനിൽ ഈ ആയത്തിൽ സൂറത്തുൽ മാഇദയിലെ 15-16 ആയത്തിൽ വരുന്ന ഭാഗത്ത് സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന മാർഗം തന്നെ സുബുൽ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സബീൽ എന്നുള്ള സിംഗുലർ ടൈം അല്ലാതെ, അത് നമ്മൾ പറഞ്ഞു സ്വർഗത്തിലേക്ക് ഒറ്റ മാർഗവും നരകത്തിലേക്കുള്ള മാർഗങ്ങളെയാണ് ജംആയിട്ട് ഉപയോഗിക്കാറുള്ളത് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലേക്കുള്ള അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന ഒരു മാർഗത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഖുർആനിൽ തന്നെ സുബുൽ എന്ന ജംഅ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്നതിനുള്ള മറുപടിയാണ് പറയുന്നത്. അപ്പൊ ആ കാര്യം ആദ്യം പറയണ ആയത്ത്, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, നിങ്ങളിലേക്ക് അള്ളാഹുവിൽ നിന്ന് പ്രകാശവും വ്യക്തമായിട്ടുള്ള കിതാബും വന്നിരിക്കുന്നു. യഹ്ദി ബിഹില്ലാ, അതുകൊണ്ട് അല്ലാഹു തആല ഹിദായത്തിലാക്കുന്നു, മനിത്തബഅ റിദ്വാനഹു, അല്ലാഹുവിന്റെ തൃപ്തി പിൻപറ്റുന്നവരെ, സുബുല സലാം, രക്ഷയുടെ മാർഗങ്ങളിലേക്ക്, സുബുല അസ്സലാം, രക്ഷയുടെ മാർഗങ്ങളിലേക്ക്. ഇവിടെ ഈ സുബുൽ എന്നുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഖൈല ഇബ്നു ഖയ്യിം അതിന് മറുപടി പറയുകയാണ്, ഹിയ സുബുലുൻ തുജ്മഉ ഫീ സബീലിൻ വാഹിദ്, ഇവിടെ ഈ സുബുലുസ്സലാം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് അത് ഒരുപാട് മാർഗങ്ങൾ കൂടി ചേരുന്ന ഒരു ഒറ്റ മാർഗത്തിലേക്കാണ്. വഹിയ ബിമൻസിലത്തിൽ ജവാദി വത്തുറുഖ് ഫി ത്വരീഖിൽ അഅ്ളം, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ വഴിയുണ്ട്, വലിയ പാതയുണ്ട്, അതിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ വഴികൾ കൂടിച്ചേർന്ന് അവസാനം ഒന്നിലേക്ക് വരുന്നത് പോലെയാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫഹാദിഹി ഹിയ ശുഅബുൽ ഈമാനി യജ്മഉഹാ അൽ ഈമാൻ, ഈ പറഞ്ഞ വ്യത്യസ്ത മാർഗങ്ങൾ എന്ന് പറഞ്ഞത് ഈമാനിന്റെ ശാഖകളും ഈമാൻ എന്നുള്ള ഒന്ന് അതിനെ ഏകോപിച്ചു കൊണ്ടുവരുന്നതുമാണ്. അതായത് സുബുലുസ്സലാം എന്നിവിടെ ഉദ്ദേശിക്കാനുള്ള കാരണം ഈമാനിന് ധാരാളം ശാഖകളുണ്ട്. ഹദീസിൽ തന്നെ 60 ചില്ലാനം 70 ചില്ലാനം ശാഖകൾ, അതിന്റെ ഇനങ്ങൾ, അതിന്റെ കർമ്മങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഹദീസിലും മറ്റും വന്നിട്ടുണ്ട്. അതെല്ലാം നയിക്കുന്നത് എന്തിലേക്കാണ്? ഈമാനിലേക്കാണ്. അപ്പോൾ വ്യത്യസ്ത ഈമാൻ ലഭിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത വഴികൾ ഒന്നിലേക്ക് എത്തിക്കുന്നത് പോലെയാണ് ഇവിടെ സുബുലുസ്സലാം കൊണ്ട് ഉദ്ദേശിച്ചത്. അഥവാ ഈമാൻ നേടുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളെ ഒരുമിച്ച് ആ വ്യത്യസ്ത കാര്യങ്ങളെയാണ് സുബുൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വഹുവ ശുഅബത്തുൻ കമാ യജ്മഉ സാഖു ശജറതി അഗ്സാനഹാ വശുഅബഹാ, ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരം, ഒരു വൃക്ഷം, അതിന്റെ ചില്ലകളും ശാഖകളും ഉണ്ടാകും. പക്ഷെ അതിന്റെ താഴോട്ട് വന്നാലോ ഒറ്റ ആ പ്രധാനപ്പെട്ട ഭാഗം ഒന്നായിട്ട് ഉണ്ടാവുക. അതുപോലെയാണത്, അഥവാ അടിസ്ഥാന ഈമാനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ. വഹാദിഹി സുബുൽ ഹിയ ഇജാബത്തു ദാഇ അല്ലാഹ് ബിതസ്ദീഖി ഖബരിഹി വതാഅതി അംരിഹി, ഈ മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ അറിയിപ്പുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള ഖബറുകൾ, അതിനെ സത്യപ്പെടുത്തലും ആ റസൂലിന്റെ കൽപ്പനകളെ അനുസരിക്കലുമാണ്. ഫദരീഖുൽ ജന്നതി ഹിയ ഇജാബുദ് ദാഇ ഇലൈഹാ ലൈസ ഇല്ലാ, സ്വർഗത്തിലേക്കുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉത്തരം ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല.
സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ അറിയിപ്പുകളെ സത്യപ്പെടുത്തി അവിടുത്തെ വിരോധനങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള ഒറ്റ മാർഗമാണ്. ഇതല്ലാതെ ഒരു മാർഗത്തിലൂടെയും നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. എന്നിട്ട് ഒരു ഹദീസ് ഈ ആശയത്തെ വ്യക്തമാക്കുന്ന ഒരു ഉപമയിലൂടെ പറയുന്ന ഹദീസ് കൊടുക്കുന്നുണ്ട്. റവാൽ ബുഖാരി ഫി സഹീഹിഹി അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅത് മലായികത്തുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ബഅദുഹും, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കുറച്ച് മലക്കുകൾ വരികയുണ്ടായി. എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇന്നഹു നായിമുൻ വഖാല ബഅദുഹും ഇന്നൽ ഐന നായിമത്തുൻ വൽ ഖൽബു യഖ്ബാൻ. ചില മലക്കുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ, അവിടുത്തെ ഖൽബ് ഉണർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉറക്കത്തിൽ വഹി ഇറങ്ങുന്ന രീതിയിൽ എല്ലാം അവിടുത്തെ ഖൽബ് ഉറങ്ങാറില്ല, അത് ഉണർന്നിട്ടായിട്ടും ഉണ്ടാവുക, കണ്ണുകളാണ് ഉറങ്ങുക എന്നുള്ളത്. മലക്കുകൾ പരസ്പരം അങ്ങനെ പറഞ്ഞു. ഫഖാലു, അങ്ങനെ അവർ പറയുന്നുണ്ട്, ഇന്ന ലസാഹിബിക്കും ഹാദാ മസലൻ ഫദ്രിബൂ ഇന്ന ലിസാഹിബിക്കും ഹാദാ മസലൻ ഫദ്രിബൂ ലഹു മസലൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ആൾക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഉപമയുണ്ട്, ആ ഉപമ പറയാമെന്ന് പറഞ്ഞു. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, മസലുഹു മസലു റജുലിൻ ബനാ ദാറൻ വജഅല ഫീഹാ മഅദബതൻ വബഅത ദാഇയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി ഒരു വീട് നിർമ്മിച്ചു. എന്നിട്ട് അവിടെ ഒരു വിരുന്നൊരുക്കി, ഒരു ഭക്ഷണ തളികയും പാത്രവും വിഭവങ്ങളുമായിട്ട് ഒരു വിരുന്നൊരുക്കി. അങ്ങനെ ഈ വിരുന്നിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ നിയോഗിച്ചു. ഫമൻ അജാബ ദാഇ ദഖല അദ്ദാർ വഅകല മിനൽ മഅദബ. ഈ ക്ഷണിക്കാൻ വിട്ട ആൾ അഥവാ ഒരാൾ വീട് പണിത് അതിലൊരു വിരുന്നൊരുക്കി ഒരാളെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ആ ക്ഷണിക്കാൻ പറഞ്ഞ ആള് മറ്റുള്ള ആളുകളെ വിളിച്ച് ക്ഷണിക്കുകയാണ്. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് വന്ന് വീടിനകത്ത് പ്രവേശിച്ച് ആ ഭക്ഷണം കഴിച്ചു കുറച്ചാളുകൾ. വമൻ ലം യുജിബ് ദാഇ ലം യദ്ഖുലിദ് ദാർ. എന്നാൽ ചില ആളുകൾ ഉത്തരം ചെയ്യാത്ത ആളുകൾ ഈ ക്ഷണിച്ച വ്യക്തിക്ക് ഉത്തരം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ പ്രവേശിച്ചിട്ടില്ല. വലം യഅകുൽ മിനൽ മഅദബ. ആ ഒരുക്കിയ ഭക്ഷണത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നുമില്ല. ഫഖാലു, അങ്ങനെ മലക്കുകൾ പറയാണ്, അവ്വലുഹാ ലൗ യഫ്ഖഹ ഫഖാല ബഅദുഹും. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ, ചില ആളുകൾക്ക് ഇത് മനസ്സിലാവുക. അവ്വലുഹാ ലഹു യഫ്ഖഹ, ഇത് മനസ്സിലാകട്ടെ, ഇത് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞു, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത്. ഫഖാല ബഅദുഹും, അങ്ങനെ ചിലർ പറഞ്ഞു, ഇന്നൽ ഐന നായിമത്തുൻ വൽ ഖൽബ യഖ്ബാൻ ഫദ്ദാറു അൽ ജന്ന. എന്നിട്ട് പറഞ്ഞു, ഈ വീട് എന്ന് പറഞ്ഞത്, ഒരുക്കിയ വീടുണ്ടല്ലോ, അത് സ്വർഗമാണ്. വദ്ദാഇ, ആ വീട്ടിലേക്ക് ക്ഷണിക്കാൻ നിയോഗിച്ച ആള് എന്നുള്ളത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ അല്ലാഹു തആല സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ ആരെ നിയോഗിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, ആ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വെച്ച ആള്. ഫമൻ അതാഅ മുഹമ്മദൻ ഫഖദ് അതാഅ അല്ലാഹ്. ആരാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചത് അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അഥവാ ആ വീട്ടിന്റെ ക്ഷണം ആരാണോ സ്വീകരിച്ചത് അവൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മാർഗത്തിലായി. വമൻ അസാ മുഹമ്മദൻ ഫഖദ് അസ അല്ലാഹ്. ആരാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചത് അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചു. ആ ഭക്ഷണ തളികയിലേക്ക് വരാതെ വീട്ടിലുള്ള ക്ഷണം സ്വീകരിക്കാതെ പോയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുസരണക്കേട് കാണിച്ചവരാണ്. വമുഹമ്മദുൻ ഫർഖുൻ ബൈനന്നാസ്. ജനങ്ങളെ വേർതിരിക്കുന്ന ആള് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ ജനങ്ങളെ സ്വർഗാവകാശികളായിട്ടും നരകാവകാശികളായിട്ടും വേർതിരിക്കുന്ന ആളാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത്, പിൻപറ്റുന്നത്, അവർ സ്വർഗത്തിന്റെ മാർഗത്തിലാണ്, ആ ക്ഷണം സ്വീകരിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നത്, അനുസരിക്കാത്തത്, സത്യപ്പെടുത്താത്തത് അവർ നരകത്തിന്റെ മാർഗങ്ങളിലുമാണ്. ആ പറഞ്ഞ കാര്യത്തിന് ആ ഒരൊറ്റ മാർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒറ്റ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുക, അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കുക, അവിടുത്തെ വിരോധനങ്ങളെ ഒഴിവാക്കുക. ഈ 3 കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. അടുത്തത് ഇബ്നുൽ ഖയ്യിം അടുത്ത് ചർച്ച ചെയ്യുന്ന കാര്യം സ്വർഗവുമായി ബന്ധപ്പെട്ട് ഫീ ദറജാത്തിൽ ജന്ന, സ്വർഗത്തിലെ ദറജകളെ സംബന്ധിച്ചാണ്. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ഒറ്റ ദർജയിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല.
ധാരാളം ദറജകൾ ഹദീസുകൾ വന്ന പോലെ 100ഓളം ദറജകൾ നിൽക്കുന്ന, അതിൽ ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരുങ്ങിയിട്ടുള്ള, അതിൻ്റെതായ അഹ്ലുകാരുള്ള അങ്ങനെയുള്ള ഭവനമാണ് സ്വർഗം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിലാദ്യം കൊടുക്കുന്ന ആയത്ത് സൂറത്ത് നിസായിലെ 95, 96 ആയത്തുകളാണ്. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم. لا يستوي القاعدون من المؤمنين غير أولي الضرر. സമമാവുകയില്ല എന്ന് പറയാം. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകാതെ, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ജിഹാദിന് പോകാതെ ഇരിക്കുന്ന ആളുകളും, വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അൻഫുസിഹിം, സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പോരാളികളും ഒരുപോലെയാവുകയില്ല എന്ന് പറഞ്ഞു. ഫദ്ദല അല്ലാഹുൽ മുജാഹിദീന ബി അംവാലിഹിം വ അൻഫുസിഹിം അലൽ ഖാഇദീന ദറജ. യുദ്ധത്തിന് പോകാതെ ഇരിക്കുന്ന ആളുകളുടെ മേലെയായിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് ഫള് നൽകിയിരിക്കുന്നു. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു തആല ഹുസ്ന, നന്മ അല്ലെങ്കിൽ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഫദ്ദല അല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അദീമ, അള്ളാഹു തആല ഈ യുദ്ധത്തിന് പോകാതിരിക്കുന്ന ആളുകളുടെ മേൽ ജിഹാദിന് പോയ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? പ്രത്യേകം മഹത്തായ പ്രതിഫലം നൽകുന്നു. ദറജാത്തിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ദറജകൾ, വ്യത്യസ്ത ദറജകളുണ്ട്, മഗ്ഫിറത്തും റഹ്മത്തും ഈ ജിഹാദ് ചെയ്ത ആളുകൾക്കുണ്ട്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, അല്ലാഹു തആല ഗഫൂറും റഹീമുമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ എന്താണ്? ജിഹാദ് ചെയ്യാൻ പോകുന്ന ആളുകൾ, എന്നാൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ബാധിക്കാത്ത, അല്ലെങ്കിൽ രോഗമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തടസ്സമോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ യുദ്ധത്തിന് പങ്കെടുക്കാതിരിക്കുന്ന ആളുകൾ, ഇവർ ഒരുപോലെയാവുകയില്ല. ആ സമ്പത്തും ശരീരവും ചെലവഴിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് ഫദ്ല് കൂടുതലാണ്, പ്രതിഫലം കൂടുതലാണ് എന്ന് പറഞ്ഞു. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 സ്ഥലങ്ങളിൽ ദറജയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഫദ്ദലല്ലാഹുൽ മുജാഹിദീന ബി അംവാലിഹിം വ അൻഫുസിഹിം അലൽ ഖാഇദീന ദറജതൻ എന്ന് പറഞ്ഞു. അഥവാ അള്ളാഹു തആല ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് ജിഹാദിന് പോകാത്ത ആളുകളെക്കാൾ ഒരു ദറജ, പദവി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് പറയുന്നിടത്ത് വഫദ്ദലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അദീമൻ ദറജാത്തിൻ മിൻഹു, വ്യത്യസ്ത ദറജകളുണ്ട് ഈ യുദ്ധത്തിന് പോകാതിരിക്കുന്ന ആളുകളുടെ മേൽ ജിഹാദ് ചെയ്ത ആളുകൾക്ക് എന്ന് പറഞ്ഞു. 2 സ്ഥലങ്ങളിൽ പറഞ്ഞു. അതിനെപ്പറ്റി ഇബ്നു ഖയ്യിം പറയുകയാണ്, വതഅമ്മൽ ഖൗലഹു, ഈ ആയത്ത് നിങ്ങൾ ഉറ്റാലോചിക്കണം. കൈഫ ഔഖഅ അത്തഫ്ദീൽ അവലൻ ബിദറജത്തിൻ സുമ്മ ഔഖഅഹു സാനിയൻ ബിദറജാത്തിൻ. ഇവിടെ ആദ്യം ദറജ എന്നുള്ള ഒറ്റ ഒരു ദറജ എന്നുള്ള പേരിൽ പറയുകയും രണ്ടാമത്തേതിൽ ദറജാത്ത് എന്നുള്ള പദത്തിൽ വ്യത്യസ്ത ദറജകൾ എന്നുള്ളതിൽ പറഞ്ഞ ആ വ്യത്യാസം, എങ്ങനെയാണ് ആ ഫദ്ലിന്റെ വ്യത്യാസം വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫഖീല, ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് അൽ അവ്വലു ബൈനൽ ഖാഇദിൽ മഅ്ദൂർ വൽ മുജാഹിദ്, ആദ്യം വന്നിട്ടുള്ളത് അഥവാ ഒരു ദറജ കൂടുതൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന് പങ്കെടുക്കാൻ സാധിക്കാതെ ഉദുറുള്ള ആളുകളുണ്ടല്ലോ, എന്തെങ്കിലും തടസ്സമുള്ള ആളുകൾ, ഒഴിവുകഴിവുള്ള ആളുകൾ, അവരുടെ മേലെയാണ് ഈ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ദറജ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. വസാനി, രണ്ടാമത് ദറജാത്ത് എന്ന് പറഞ്ഞതോ ബൈനൽ ഖാഇദ് ബിലാ ഉദ്രിൻ വൽ മുജാഹിദ്, ഒരു ഉദുറുമില്ലാതെ യുദ്ധത്തിന് പോകാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മേലെ മുജാഹിദ് ചെയ്യുന്ന ആളുകൾ, ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക്, മുജാഹിദീങ്ങൾക്ക് ദറജകൾ ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം, ഈ ആയത്ത് ആദ്യം ഇറങ്ങിയപ്പോൾ ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിഹിം അൻഫുസിഹിം, അത്ര മാത്രമേ ആയത്തിൽ ആദ്യം ഇറങ്ങിയുള്ളൂ. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മഖ്തൂം റളിയല്ലാഹു അൻഹു, കണ്ണിന് കാഴ്ചയില്ല, അദ്ദേഹത്തിനോട് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടെ മസ്ജിദിലെ ഇമാമത്തും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കാറുള്ളത്. അദ്ദേഹത്തിനോട് യുദ്ധത്തിന് വരേണ്ട, കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ ആയത്തിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. കാരണം എനിക്ക് യുദ്ധത്തിന് പോകാത്ത ആളുകളെക്കാൾ ജിഹാദ് ചെയ്തവർക്ക് ദറജയുണ്ട്, സ്ഥാനമുണ്ട് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് പോകാൻ സാധിക്കാത്തത് എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് ഉദറുണ്ട്. ആ വിഷമം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും അദ്ദേഹം ദുആ ചെയ്യുകയോ അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയോ ചെയ്തു, കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ സമയത്താണ് ഈ ഭാഗം കൂടി അതിൽ ഇറങ്ങിയത്, ഗൈറു ഉലി ദറർ എന്നുള്ളത് ഇറങ്ങിയത്, അഥവാ ദോഷമില്ലാതെ ഇരിക്കുന്നവർ എന്നുള്ളത്. അപ്പൊ ഇവിടെ 2 രീതിയിൽ മുജാഹിദുകൾക്ക്
യുദ്ധത്തിന് പങ്കെടുക്കാത്ത ആളുകളുടെ മേലെ ദറജയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ദറജ എന്ന് പറഞ്ഞു, ആ ആയത്തിന്റെ അടുത്ത തുടർച്ചയിൽ ദറജകളുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഉദറുണ്ടായിട്ട് യുദ്ധത്തിന് പങ്കെടുക്കാതിരിക്കുന്ന ആളുകളുടെ മേലെ ഒരു ദറജയുണ്ട്, അവർ കാരണം അവർ ജിഹാദ് ചെയ്തു, ആ കർമ്മം അവിടെ പ്രവർത്തിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമത് പറഞ്ഞത് ഒരു ഉദറുമില്ലാതെ യുദ്ധത്തിന് പോകാതിരിക്കുന്ന ആളുകളുടെ മേലെയാണെങ്കിലോ ദറജാത്ത് എന്നുള്ള പദം ഉപയോഗിച്ചു. ധാരാളം ദറജകളുണ്ട് മുജാഹിദുകൾക്ക്, ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു. ഈ ആയത്ത് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം ദറജകളുണ്ട് സ്വർഗത്തിൽ എന്നതിന് തെളിവായിട്ടാണ്. മറ്റൊരായത്ത് സൂറത്ത് ആലി ഇമ്രാനിലെ 162, 163 ആയത്തുകൾ. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, അഫമൻ ഇത്തബഅ റിദ്വാനല്ലാഹി കമൻ ബാഅ ബിസഖത്തിൻ മിനല്ലാഹി വമഅവാഹു ജഹന്നം. അല്ലാഹുവിന്റെ തൃപ്തി പിൻപറ്റുന്ന ഒരാളും നരകാവകാശിയായി അള്ളാഹുവിന്റെ കോപം വാങ്ങുന്ന ഒരാളും പിന്നെ ഒരുപോലെയാകുമോ? വബിഅ്സൽ മസീർ, നരകം എന്നുള്ളത് മോശപ്പെട്ട ഭവനമാണ്. ഹും ദറജാതുൻ ഇൻദല്ലാഹ് വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ദറജകളുണ്ട്, അവർ വ്യത്യസ്ത ദറജകളിലായിരിക്കും എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തിൽ വ്യത്യസ്ത ദറജകളുണ്ട് എന്നറിയിക്കുന്നു. അതുപോലെ സൂറത്തുൽ അൻഫാലിലെ 2 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവരോട് പരാമർശിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഖൽബ് വിറകൊള്ളും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആൻ കേട്ടാൽ, സാദത്ഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിന്റെ മേലെ, അവരുടെ റബ്ബിന്റെ മേലെ തവക്കുൽ ചെയ്യുന്നവരുമാണ്. അല്ലദീന യുഖീമൂന അസ്സലാ, അവരെങ്ങനെയുള്ളവരാണ്? നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയിട്ടുള്ള റിസ്ഖിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ രൂപത്തിലുള്ള മുഅ്മിനീങ്ങൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതും വറിസ്ഖുൻ കരീം, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ ദറജകളുണ്ട്, വ്യത്യസ്ത ദറജകളുണ്ട്, അള്ളാഹുവിന്റെ പാപമോചനമുണ്ട്, മാന്യമായ ഉപജീവനവുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു. അപ്പൊ ഈ ആയത്തുകളെല്ലാം സ്വർഗത്തിൽ വ്യത്യസ്ത ദറജകളുണ്ട് എന്നതിനെ അറിയിക്കുന്നതാണ്. ഇനി ഹദീസിൽ ഈ ദറജകളെ അറിയിക്കുന്ന ഒരു ഹദീസ് വഫി സ്വഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. عن أبي سعيد الخدري أن الرسول الله صلى الله عليه وسلم قال, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്ന, സ്വർഗാവകാശികൾ, ലയതറാഊന അഹ്ലൽ ഗുറഫ് മിൻ ഫൗഖിഹിം കമാ യതറാഊന അൽ കൗകബ അദ്ദുജ്ജിയ അൽ ഗാബിറ മിൻ അൽ ഉഫുഖ് മിൻ അൽ മശ്രിഖി ഔ അൽ മഗ്രിബി ലിതഫാദുലി മാ ബൈനഹും. സ്വർഗാവകാശികൾ അവരുടെ മുകളിലുള്ള അഹ്ലുൽ ഖുറഫിൽപ്പെട്ട ആളുകൾ, അഹ്ലുൽ ഖുറഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ തന്നെ ഉന്നതമായ ദർജയിലുള്ള ആളുകളാണ്. ആ ആളുകളെ താഴെ തട്ടിലുള്ള ആളുകൾ കാണും. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കോ പടിഞ്ഞാറോ എത്തി നിൽക്കുന്ന ദുജിയൽ ഗാബിർ, പിന്നെ ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രം അഥവാ വിദൂരത്തായി കാണുന്ന നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ കാണുന്നത് പോലെ തിളങ്ങുന്ന അവസ്ഥയിൽ സ്വർഗത്തിന്റെ താഴെ ദർജയിലുള്ള ആളുകൾ ഈ മുകളിലുള്ള അഹ്ലുൽ ഖുറഫിലുള്ള ആളുകളെ കാണും എന്ന്, പരസ്പരം അവർ കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്തുകൊണ്ടാണ് അത്? ലിതഫാദുലി മാ ബൈനഹും, ഈ താഴെ നിൽക്കുന്നവരെക്കാൾ അവർക്ക് ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ്, അവർക്ക് ശ്രേഷ്ഠത ഉള്ളത് കൊണ്ട്. എന്നിട്ട് പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തിൽക മനാസിലുൽ അംബിയാ ലാ യബ്ലുഗുഹാ ഗൈറുഹും. ആ അഹ്ലുൽ ഖുറഫ് എന്ന് പറഞ്ഞത് അഥവാ ഉന്നതമായ ദർജ എന്ന് പറഞ്ഞത് നബിമാരുടെ സ്ഥാനമാണോ മറ്റൊരാൾക്കും എത്തിച്ചേരാൻ പറ്റാത്തത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അങ്ങനെയല്ല. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണ് സത്യം. റിജാലുൻ ആമനു ബില്ലാഹി വസദ്ദഖുൽ മുർസലീൻ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും റസൂലുകളെ സത്യപ്പെടുത്തുകയും ചെയ്ത ആളുകൾക്കുള്ളതാണ് അഹ്ലുൽ ഖുറഫ് എന്ന്. ലഫ്ദുൽ ബുഖാരി ഫിൽ ഉഫുഖ്, ആ മുകളിലുള്ള പിന്നെ ആ മുകളിൽ കാണുന്ന അഹ്ലുൽ ഖുറഫ് ഈ അള്ളാഹുവിൽ വിശ്വസിക്കുകയും റസൂലുകളെ സത്യപ്പെടുത്തുന്നവർക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഖയ്യിം ഇവിടെ വൽ ഗാബിർ, ആ നക്ഷത്രം പറഞ്ഞത് ഗാബിർ എന്നുള്ള നക്ഷത്രമാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് അതിനെ പറ്റി പറയാണ്, ഹുവ ദഹാബുൽ മാദി അല്ലദീ ഖദ് തദല്ലാ ലിൽ ഗുറൂബ്.
ആ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹദീസിൽ പറഞ്ഞ ദുരിയൽ ഗാബിർ എന്ന് പറഞ്ഞ നക്ഷത്രം പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങേയറ്റം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ പേരുകളുണ്ട്. അങ്ങനെയുള്ള നക്ഷത്രത്തെ പറ്റിയാണ് ഇവിടെ അഹ്ലുൽ ഖുറഫിനെ പറഞ്ഞത്. ഫഫി തംസീലി ബിഹി ദൂനൽ കൗകബിൽ മസാമത്തിൽ റഅസി വഹുവ അല. എന്നാൽ ഈ നക്ഷത്രത്തിനേക്കാൾ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞ നക്ഷത്രത്തെക്കാൾ മുകളിലായിട്ട്, നേരെ മുകളിലായിട്ട് നിൽക്കുന്ന മസാമിറ്റ് പോലെയുള്ള വേറെ നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ അതിനോട് പറയാതെ എന്തുകൊണ്ട് ഈ ഗാബിർ എന്നുള്ള നക്ഷത്രത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞു? അതിനെപ്പറ്റി ഇബ്നുൽ ഖയ്യിം പറയാണ്, രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും അതിനുള്ളത്. ഇഹ്ദാഹുമ, ഒന്നാമത്തേത് ബുഅ്ദുഹു അനിൽ ഉയൂൻ. കാരണം ഈ രണ്ടാമത് പറഞ്ഞ മുകളിലുള്ളത് പറഞ്ഞ നേരെ ഒരാളുടെ മുകളിലായിട്ട് വരുന്നതാണ്. അതിനേക്കാൾ നോട്ടത്തിൽ ദൂരെയുള്ളതാണ് എന്ത്? ഈ പറഞ്ഞ ഗാബിർ എന്ന നക്ഷത്രം നോട്ടത്തിൽ ദൂരെയുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത്. വസാനി, രണ്ടാമത്തേത് അന്നൽ ജന്നത ദറജാത്തുൻ, സ്വർഗം എന്നുള്ളത് വ്യത്യസ്ത ദറജകളാണ്. ബഅ്ദുഹാ അഅലാ മിൻ ബഅദ്, ചിലത് മറ്റതിനേക്കാൾ ഉന്നതമാണ്. വഇൻ ലം തസാമത്തുൽ ഉല്യാ അസ്സുഫ്ലാ, ചില ദറജകൾ ഒന്നിന്റെ നേരെ മുകളിലായിട്ടില്ല എങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാൾ ഉന്നതമായ അവസ്ഥയിലായിരിക്കും. ഏതുപോലെ? കൽ ബസാതീനിൽ മുമത്തദതി മിൻ റഅസിൽ ജബൽ ഇലാ ദൈലിഹി വല്ലാഹു അലം. അതായത് ഒരു വലിയ പർവ്വതം വിചാരിക്കുക. ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തു നിന്ന് താഴെ വരെ എന്തുണ്ട്? ഒരു തോട്ടവും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുണ്ട്. മുകളിലുണ്ട്, താഴെയുണ്ട്. പക്ഷെ ഈ താഴെ നിൽക്കുമ്പോൾ അതിന്റെ നേരെ മുകളിലാവൂലല്ലോ, ചെരിഞ്ഞിട്ടാ നിൽക്കുന്ന അവസ്ഥയല്ലേ. അപ്പൊ അതുപോലെയൊക്കെ സ്വർഗത്തിന്റെ ദറജകൾ വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ് ഈ നിലക്കുമ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം അതിനെ വിശദീകരിക്കുകയാണ്. അല്ലാഹു അലം, കൃത്യമായി അറിയുന്നത് അല്ലാഹുവിനാണ്. വഫി സഹീഹൈൻ, മറ്റൊരു ഹദീസ് ഈ സ്വർഗത്തിന്റെ ദറജകളെ അറിയിക്കുന്നത് അയ്ള മിൻ ഹദീസ് സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നതി ലയതറാഊന അഹ്ലൽ ഗുർഫതി ഫിൽ ജന്നതി കമാ തറാഊന അൽ കൗകബ ഫി ഉഫുഖിസ് സമാ. നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയമാണ്. ആകാശത്ത് നക്ഷത്രത്തെ കാണുന്നത് പോലെ അഹ്ലുൽ ഗുറഫിലുള്ള ആളുകളെ സ്വർഗാവകാശികൾ കാണും. വഫിൽ മുസ്നദ്, മറ്റൊരു ഹദീസിൽ عن أبي سعيد الخدري عن النبي صلى الله عليه وسلم قال يقال لصاحب القرآن إذا دخل الجنة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുർആനിന്റെ ആളുകളോട്, ഈ ഒരു ഹദീസിനെ ഉലമാക്കൾ ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകൾ എന്ന് പറഞ്ഞു കാണാം, എന്നാൽ ഹിഫ്ള് ഇല്ലെങ്കിലും അമലാക്കിയ ആളുകൾ എന്ന് കാണാം. എന്നിരുന്നാലും ആ ഖുർആനിന്റെ ആളുകൾ, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ആളുകൾ, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോട് പറയും, ഇഖ്റ വസ്അദ്, നീ പാരായണം ചെയ്യുക, നീ ഉയർന്നുകൊള്ളുക, നീ പാരായണം ചെയ്യുക, നീ ഉയർന്നുകൊള്ളുക. ഫയഖ്റഉ വയസ്അദു ബികുല്ലി ആയത്തിൻ ദറജ, അവൻ പാരായണം ചെയ്യും. ആ പാരായണം ചെയ്ത് ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും അവൻ ഓരോ ദറജകൾ കൂടി വരും. ഹത്താ യഖ്റ ആഖിറ ഷൈഇൻ മഅഹു, അവന്റെ അടുക്കലുള്ള അവസാനത്തെ ആയത്ത് പാരായണം ചെയ്യുന്നത് വരെ അവൻ സ്വർഗത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ഇത് ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നവരുടെ ഫضل ആയിക്കൊണ്ട് ഉലമാക്കൾ പറയാറുണ്ട്. ഇബ്നുൽ ഖയ്യിം തന്നെ മറ്റു ചില കിതാബുകളിൽ ഹിഫ്ള് ഉണ്ടായിട്ട് അമലാക്കാത്ത ആളുകൾക്ക് ഇത് ലഭിക്കില്ല, അമലുണ്ടെങ്കിലാണ് ഇത് കൂടുതൽ ലഭിക്കുക എന്ന നിലക്കും പറഞ്ഞു കാണാം. എന്തായാലും ഖുർആനിനോട് സിദ്ഖ് കാണിക്കുന്ന ആളുകൾക്ക് ആ ആയത്തുകൾ പാരായണം ചെയ്ത് അതിന്റെ ദറജകളിൽ ഉയരാൻ സാധിക്കും. വഹാദാ സരീഹുൻ ഫി അന്ന ദറജൽ ജന്ന തസീദു അലാ 100 ദറജ. ഈ തെളിവുകൾ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് 100-നേക്കാൾ കൂടുതൽ ദറജകൾ സ്വർഗത്തിലുണ്ട് എന്നതിന്. 100-നേക്കാൾ കൂടുതൽ ദറജകളുണ്ട്. കാരണം ഖുർആനിൽ 100-നേക്കാൾ കൂടുതൽ ആയത്തുകളുണ്ട്. അപ്പോൾ ഓതുന്നവരെ ദറജകൾ ഉയരുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ ആ ദറജകൾ കൃത്യമായി നമുക്കറിയില്ല. പക്ഷെ വളരെയധികം 100 ദറജകൾ എന്നൊരു ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതിന് തെളിവുകളാണ് ഈ ഹദീസുകൾ എന്ന് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ലക്ഷ്യം വെക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും അള്ളാഹുവിനോട് ചോദിക്കേണ്ടതും സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം, ഫിർദൗസിനെ ചോദിക്കണം, സ്വർഗത്തിന്റെ പേരുകളിൽ അത് വരുന്നുണ്ട്. അത് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. അപ്പോൾ ഈ ദറജകളിൽ ഏറ്റവും ഉന്നതമായ ദറജകൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള
കർമ്മം എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടത്, ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഈ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ആയുസ് കൂടുമ്പോൾ സ്വർഗത്തിന്റെ ദറജകൾ കൂടുന്ന രീതിയിലുള്ള അറിവും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അടുത്തത് സ്വർഗവുമായി ബന്ധപ്പെട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഫീ ദിക്രി അഅലാ ദറജാതിഹാ വസ്മി തിൽക ദറജ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ദറജ ഏതാണ്, ആ ദറജയുടെ അല്ലെങ്കിൽ ആ സ്ഥാനത്തിന്റെ പേരെന്താണ്, അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ദറജ ഏതാണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തിന്റെ പേരെന്താണ് എന്നുള്ളത്. റവാ മുസ്ലിമുൻ ഫീ സഹീഹിഹി, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, മിൻ ഹദീസ് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്നഹു സമിഅ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ അദാൻ കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു പറയുക. മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ, അദാൻ കൊടുക്കുന്നത് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ തിരിച്ച് പറയുക എന്നുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അതിന് ഓരോ പിന്നെ ഹയ്യ അലൽ സ്വലാഹ് ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. സുമ്മ സ്വല്ലു അലയ്യ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനുശേഷം എൻ്റെ മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ, ആരെങ്കിലും എൻ്റെ മേലെ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേലെ 10 സ്വലാത്ത് ചൊരിയും. സുമ്മ സല്ലല്ലാഹു ലി അൽ വസീല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനുശേഷം എനിക്ക് വസീലക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസീല നൽകാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുക. ഫൈന്നഹ മൻസിലത്തുൻ ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വസീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർഗ്ഗത്തിലെ ഒരു സ്ഥാനമാണ്. ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാ, അത് അള്ളാഹുവിന്റെ അടിമകളിൽ ഒരടിമക്ക് മാത്രമേ കിട്ടുള്ളൂ. വസീല എന്നുള്ള സ്ഥാനം അള്ളാഹുവിന്റെ അടിമകളിൽ ഒരടിമക്ക് മാത്രമേ ആ സ്ഥാനം ലഭിക്കുകയുള്ളൂ. വഅർജു അൻ അകൂന അനഹുവ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞാനാകണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അതിന് യോഗ്യൻ. സൃഷ്ടികളിൽ എല്ലാ സൃഷ്ടികളെ എടുത്താലും അതിൽ ഒരു സ്ഥാനം പ്രത്യേകമായി സ്വർഗത്തിൽ ഒരു അടിമയ്ക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർഹൻ ആര് മാത്രമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഫമൻ സഅലനി അൽ വസീല എന്നിട്ട് പറഞ്ഞു, ആരാണോ എനിക്ക് വേണ്ടി വസീല എന്നുള്ള സ്ഥാനം അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ഹല്ലത്ത് അലൈഹി ശഫാഅ, അവന് എന്റെ ശഫാഅത്ത് നിർബന്ധമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അദാനിന് മറുപടി പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വസീല എന്നുള്ള ഈ സ്ഥാനം നൽകണം എന്നുള്ളതും അത് പ്രത്യേകം ദുആ വന്നിട്ടുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. വഫി സഹീഹൈൻ മിൻ ഹദീസ് ജാബിർ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉ നിദാ, ബാങ്ക് കേൾക്കുമ്പോൾ അദാൻ കേൾക്കുമ്പോൾ ആരെങ്കിലും പറയുകയാണ്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, ഈ പരിപൂർണമായിട്ടുള്ള ഈ വിളിയുടെ റബ്ബായിട്ടുള്ളവനെ അല്ലാഹുവേ, വസ്സലാത്തിൽ ഖായിമ, ഇനി നിർവഹിക്കാൻ പോകുന്ന നിസ്കാരത്തിന്റെയും, ആതി മുഹമ്മദനൽ വസീലത വൽ ഫദീലത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസീലയും ഫദീലയും നീ നൽകണമേ, ഈ മഹത്തായ സ്ഥാനം നൽകണമേ. വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹ്, നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള മഖാമൻ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തേക്കും നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കണമേ. സ്തുതിക്കപ്പെടുന്ന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മഹ്ശറിൽ വെച്ച് ശുപാർശ ചെയ്തുകൊണ്ട് ആ ശുപാർശ വിചാരണ ആരംഭിക്കാൻ വേണ്ടിയുള്ള ശുപാർശ, ആ സ്ഥാനം. ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ദുആ ആരാണോ പറയുന്നത് അവന്റെ മേലെ എന്റെ ശഫാഅത്ത് നിർബന്ധമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുക എന്നുള്ളത് വളരെ മഹത്തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് സ്വർഗ്ഗപ്രവേശനം ഇല്ല. കാരണം ഏതർത്ഥത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിലൂടെയാണ് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുക, അതിലൂടെയാണ് സ്വർഗ്ഗപ്രവേശനം ലഭിക്കുക.
അതുകൊണ്ട് ഈ ദുആ അല്ലെങ്കിൽ ഈ ഒരു സുന്നത്ത് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും, നമ്മൾ അശ്രദ്ധമായി പോകും, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് അദാനിന് ശേഷം സ്വലാത്ത് ചൊല്ലുകയും അദാനിന് മറുപടി പറയുകയും സ്വലാത്ത് ചൊല്ലുകയും അതിനുശേഷം ഈ ദുആ പറയുകയും ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, ولما كان رسول الله صلى الله عليه وسلم أعظم الخلق عبودية لربه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ അള്ളാഹുവിനോട് ആരാധന തെളിയിക്കുന്നതിൽ ഏറ്റവും മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിയായതുകൊണ്ട് തന്നെ വഅലമഹും ബിഹി ആളുകളിൽ ഏറ്റവും അറിവുള്ളവൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ളവനായതുകൊണ്ട് തന്നെ വഅശദ്ദഹും ലഹു ഖശിയതൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതായതുകൊണ്ട് തന്നെ വഅളമഹും ലഹു മഹബ്ബതൻ അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ള അടിമയായതുകൊണ്ട് തന്നെ കാനത് മൻസിലതുഹു അഖ്റബൽ മനാസിൽ ഇലല്ലാഹ് അള്ളാഹുവിന്റെ അടുക്കലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അള്ളാഹുവിനോട് ഏറ്റവും അടുത്തതാണ് എന്നുള്ളത്. അതായത് സൃഷ്ടികളിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവാർക്കാണ്? അള്ളാഹുവിന്റെ റസൂലിനാണ്. സൃഷ്ടികളിൽ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. സൃഷ്ടികളിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളതാർക്കാണ്? അള്ളാഹുവിന്റെ റസൂലിനാണ്. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാളെ സ്വർഗത്തിലുള്ള സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുത്തിട്ടുള്ളതാണ്. വഹിയ അലാ ദറജത്തിൻ ഫിൽ ജന്ന അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. വഅമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു അൻ യസ്അലൂഹാ ലഹു ലിയനാലു ബിഹാദ ദുആ അസ്സുൽഫ മിനല്ലാഹ് വസിയാദത്തുൽ ഈമാൻ ഈ ഒരു ദുആ ഈ അദാനിന് ശേഷം ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ കൽപ്പിച്ചു? എന്തിനു വേണ്ടിയാണത്? ഈ ദുആ പറയുന്നതിലൂടെ ഇവർക്കും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനവും അവരുടെ ഈമാനിൽ വർധനവും ഉണ്ടാകാൻ. വഅയ്ദൻ ഫഇന്ന അല്ലാഹ സുബ്ഹാനഹു ഖദ്ദറഹാ ലഹു ബിഅസ്ബാബിൻ മിൻഹാ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സ്ഥാനം ലഭിക്കാനുള്ള കാരണമായി ഇതിനെ വെക്കുകയും ചെയ്തു. ഏതിനെ? ദുആ ഉമ്മത്തിഹി ലഹു ബിഹാ ബിമാ നാലൂഹു അലാ യദിഹി മിനൽ ഈമാനി വൽ ഹുദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈമാൻ കിട്ടിയത്, നമുക്ക് ഹിദായത്ത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനും പിന്നെ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സ്ഥാനം ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമായി നിശ്ചയിച്ചു. സ്വലാത്തുല്ലാഹി വസ്സലാമുഹു അലൈഹി. അതായത് നമുക്ക് ഏറ്റവും കടമ ആരോടാണ്? അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ബാധ്യത ഉണ്ടാവുന്ന, കടമ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉമ്മ നമ്മെ ഗർഭം ധരിച്ച് നമ്മെ ചുമന്ന് കഷ്ടപ്പെട്ട് പിന്നെ മുലപ്പാൽ നൽകി എല്ലാം ഒരുപാട് ത്യാഗം സഹിച്ചു നമ്മളെ വളർത്തിക്കൊണ്ടുവന്നു. നമ്മുടെ ഉപ്പ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ബാക്കിയുള്ള ഭക്ഷണവും ബാക്കിയുള്ള വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് കടമകളുണ്ട്, അവരോടുള്ള ബാധ്യതകളുണ്ട്. എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നാളെ പരലോകത്ത് നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നും നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളിൽ നമ്മളെ താക്കീത് ചെയ്യുകയും ചെയ്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നമുക്ക് ഏറ്റവും കടമ. ഇവരെക്കാൾ, മാതാപിതാക്കളെക്കാൾ നമുക്ക് ഇഷ്ടമുണ്ടാകേണ്ടതും നമുക്ക് കടമയുള്ളതും ബാധ്യതയുള്ളതും അള്ളാഹുവിന്റെ റസൂലിനോടാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വസീല എന്ന സ്ഥാനം കൊടുക്കുന്നതിന് ഒരു സബബായിക്കൊണ്ട് ഈ ഉമ്മത്തിന്റെ ദുആ വെച്ചു. കാരണം ഈ ഉമ്മത്തിന് അത്രയും ഈമാനിന്റെയും ഹിദായത്തിന്റെയും വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഇത് ചോദിക്കാൻ അല്ലാഹു തആല ഒരു സബബാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗത്തിലെ ഉന്നതമായ ദറജ നൽകുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ദറജയാണ് അൽ വസീല എന്നുള്ളത്. അതാർക്കുള്ളതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളതാണ്. അടുത്തത് ഫി അർദിർ റബ്ബി തആല സിൽഅതഹു അൽ ജന്ന അലാ ഇബാദിഹി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ചരക്കായിട്ടുള്ള സ്വർഗ്ഗം അടിമകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. വസമനിഹ അല്ലദി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വസമനിഹ അല്ലദി തലബഹു മിൻഹും ഈ സ്വർഗ്ഗം നൽകുന്നതിന് പകരമായി എന്ത് വിലയാണ് അല്ലാഹു ഈ അടിമകളിൽ നിന്ന് പകരം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. മുഅ്മിനീങ്ങളും അള്ളാഹുമായിട്ട് ഏർപ്പെട്ടിട്ടുള്ള ആ കച്ചവട കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.
അതായത് അള്ളാഹുവിന്റെ ചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർഗമാണ്. ആ സ്വർഗത്തിന് എന്ത് വിലയാണ് മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഈ മുഅ്മിനീങ്ങൾ അവർ എന്ത് നൽകുമ്പോൾ അള്ളാഹു തആല സ്വർഗം പകരം നൽകുന്നു എന്നുള്ള ആ കരാർ എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു തൗബയിലെ 111-ാമത്തെ ആയത്തിൽ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഈ ഒരായത്ത് അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞിട്ടുള്ള അല്ലാഹു തആല മുഅ്മിനീങ്ങളുമായി ചെയ്യുന്ന കച്ചവടത്തിന്റെ ആയത്തുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാരായണം ചെയ്യേണ്ടതും ആലോചിക്കേണ്ടതുമായിട്ടുള്ള ആയത്തുകളാണ്. കാരണം പലപ്പോഴും പല കാര്യങ്ങളാൽ അള്ളാഹുമായിട്ടുള്ള കരാറിനെ കുറിച്ചും അള്ളാഹുമായിട്ടുള്ള കച്ചവടത്തെക്കുറിച്ചും നമ്മൾ അശ്രദ്ധമാകുമ്പോൾ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി, സ്വന്തത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നാം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ആയത്തുകളാണ്. അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നിന്ന് അഥവാ നമ്മളിൽ നിന്നെല്ലാം വാങ്ങിയിരിക്കുന്നു അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തിനെയും. ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് പകരം സ്വർഗമുണ്ട് എന്ന നിലക്ക്, അവർക്ക് പകരം സ്വർഗമുണ്ട് എന്ന നിലക്ക്. അഥവാ അവർ അവരുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് നൽകുമ്പോൾ അതിന് പകരമായി അള്ളാഹു സ്വർഗം നൽകുന്നു. യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. ഫയഖ്തുലൂന വയുഖ്തലൂൻ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുക്കളെ വധിക്കുന്നു, ശത്രുക്കളാൽ വധിക്കപ്പെടുകയും ചെയ്യുന്നു. വഅദൻ അലൈഹി ഹഖ്ഖൻ ഫി തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ, തൗറാത്തിലാവട്ടെ ഇൻജീലിലാവട്ടെ ഖുർആനിലാകട്ടെ, അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കിയ കിതാബിലും ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കിയ കിതാബിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയ കിതാബിലും അള്ളാഹു സത്യമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാർ പൂർത്തീകരിക്കുന്ന വേറെ ആരാണുള്ളത്? അതായത് ഈ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു സ്വർഗം പകരം നൽകുമെന്നുള്ളത് എല്ലാ കിതാബുകളിലും അള്ളാഹു പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ കരാറാണ്. അള്ളാഹുവിനേക്കാൾ കരാർ പൂർത്തീകരിക്കുന്ന മറ്റാരാണുള്ളത്? എന്നിട്ട് പറയുന്നു, ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅ്തും ബിഹി, നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ഈ കച്ചവടത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഏർപ്പെട്ടിട്ടുള്ള ഈ കരാറുമായി. വദാലിക ഹുവൽ ഫൗസുൽ അസീം, ഇത് മഹത്തായിട്ടുള്ള ഒരു വിജയമാണ് എന്ന് അള്ളാഹു തആല പറയാം. നോക്കൂ, ഈ ആയത്തിൽ ധാരാളം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. ഈ ഹാദി അൽ അർവാഹ് എന്നുള്ള കിതാബിന്റെ പരിപൂർണ കിതാബിൽ ഈ ആയത്തിൽ നിന്ന് തന്നെ 10 അതിൽ കൂടുതലോ ഫായിദകൾ ഈ ആയത്തിന്റെ രീതി വെച്ചിട്ട്, അള്ളാഹു പറഞ്ഞ രീതി വെച്ചിട്ട് തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് ഇതിൽ അള്ളാഹുമായിട്ടുള്ള കച്ചവടം അള്ളാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഈ ആയത്തിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തുമാണ് അള്ളാഹു എന്തിനു ചോദിച്ചിട്ടുള്ളത്? സ്വർഗത്തിന് പകരമായി ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും ആര് തന്നതാ? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. അള്ളാഹു നൽകിയ ജീവനാണ് നമുക്കുള്ളത്, അള്ളാഹു നൽകിയ സമ്പത്താണ് നമുക്ക് ലഭിക്കുന്നത്. അത് തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു കൽപ്പിച്ച രീതിയിൽ തിരിച്ചു ചെയ്യുക. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാവുക, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിലാവുക, അള്ളാഹുവിന് വേണ്ടി അതിനെ സമർപ്പിക്കുക. സമ്പത്ത് അത് അള്ളാഹു പറഞ്ഞതുപോലെ ചെലവഴിക്കുക, അതിന്റെ ഹക്കുകൾ വീട്ടിക്കൊടുക്കുക, അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കുക, നേടേണ്ട പോലെ നേടുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന, പരിശ്രമിക്കുന്ന, അത് എല്ലാ നിലക്കും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. അത് അള്ളാഹുമായിട്ടുള്ള കച്ചവടമാണ് എന്ന് അള്ളാഹു പ്രത്യേകം അറിയിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, فجعل سبحانه الجنة ثمنا لنفوس المؤمنين أموالهم. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ഒരു വിലയായി നിശ്ചയിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങളുടെ സ്വന്തം ശരീരത്തിനും സമ്പത്തിനും പകരമായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വില അത് സ്വർഗമാണ്. ബിഹൈഫു ഇദാ ബദലൂഹാ ഫീഹി ഇസ്തഹഖു സമൻ, അവർ അത് ചെലവഴിക്കാൻ നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ, സ്വന്തം ശരീരവും സമ്പത്തും നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ ആ മൂല്യം നൽകി, അവർ ആ സ്വർഗത്തിന്റെ വിലക്ക് അവർ യോഗ്യരായി.
വഅഖദ മഅഹും ഹാദൽ അഖദ്, അല്ലാഹു തആല മുഅ്മിനീങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചെയ്തിട്ടുള്ള കരാർ ഇതാണ്. നമ്മളുമായി ചെയ്തിട്ടുള്ള കരാർ ഇതാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കി, എന്ത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരാളുടെ ജീവൻ എന്നുള്ളതും ഒരാളുടെ സമ്പത്ത് എന്നുള്ളതും അവന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായിരിക്കും. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അവന്റെ ജീവൻ, രണ്ട് അവന്റെ സമ്പത്ത്, മൂന്ന് അവന്റെ കുടുംബം, അതുപോലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക്, ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഖബറിലേക്ക് വരുന്ന രണ്ട് കാര്യങ്ങൾ മറ്റു രണ്ട് കാര്യങ്ങളാണ്. പിന്നെ അമലാണുള്ളത്. അപ്പൊ ഇതിനേക്കാളെല്ലാം പ്രാധാന്യം അമലാണ്. അപ്പൊ ഈ ലഭിച്ചിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള കാര്യം കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മൾ അതിനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന് പകരം അള്ളാഹു വിശാലമായ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് ഹദീസുകളിൽ ഈ വിഷയം വന്നിട്ടുള്ളത്, വഫി ജാമിഉ തിർമിദി മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന. ഇത് വളരെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ ഒരു ഹദീസ് മാത്രം വിശദീകരിച്ചിട്ട് ഒരു റിസാല എഴുതിയിട്ടുണ്ട്, അദ്ദുൽജ എന്നുള്ള പേര്. അതിന് മുഴുവൻ പേര് ഓർമ്മല്ല. ഈ ഹദീസിന്റെ ആശയം, മൻ ഖാഫ അദ്ലജ, ആരാണോ ഭയപ്പെടുന്നത് അവൻ, അദ്ലജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ ഏതെങ്കിലും ഒരറ്റത്ത് യാത്ര ചെയ്യുന്നവർക്കാണ് അദ്ലജ എന്നുള്ള പറയാം. ദുൽജ എന്ന് പറയുന്ന സമയം അതാണ്. അതായത് ഏറ്റവും ഉപയോഗിക്കുക രാത്രിയുടെ അവസാനത്തിലെ ആ സമയം, അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യത്തിലെ സമയം. ഈ സമയം യാത്രക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ യോജിച്ചത് രാത്രിയുടെ അവസാനത്തെ സമയം. യാത്രക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ യാത്ര പോകുമ്പോൾ വളരെ നേരത്തെ എത്താനും അതുപോലെ തന്നെ തടസ്സങ്ങൾ ഇല്ലാതിരിക്കാനും, ഇനി പണ്ടുകാലത്തെ യാത്രയിൽ രാത്രിയെ കൊള്ളക്കാരിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിച്ചുകൊണ്ട് പോകാനൊക്കെയാണ് ആദ്യ സമയത്ത് യാത്ര ചെയ്യുക. അഥവാ രാത്രിയുടെ അവസാന സമയം, പകലിന് തൊട്ട് മുമ്പുള്ള ആ സമയത്ത്, ഫജ്റിന് മുമ്പുള്ള ആ സമയത്ത്, അതിനാ ദുൽജ എന്ന് പറയുക. അപ്പൊ ആ സമയത്ത് യാത്ര പുറപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മൻ ഖാഫ അദ്ലജ, അതായത് ചെന്നെത്തേണ്ട സ്ഥലത്ത് നേരം വഴുകുമോ അല്ലെങ്കിൽ അതിന് എന്റെ തടസ്സം ഉണ്ടാകുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ അദ്ലജ, നേരത്തെ പുറപ്പെടും, ആ സമയത്ത് യാത്ര പുറപ്പെടും. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, ആരാണോ ആ സമയത്ത് യാത്ര പുറപ്പെടുന്നത് അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും. മറ്റുള്ള ആളുകളെ പോലെ തടസ്സങ്ങളിലൊന്നും പെടാതെ നേരത്തെ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ എന്താ ഉദ്ദേശം? അതായത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക, സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക, പരലോകത്ത് വിജയം നേടുക എന്ന് ഭയപ്പെടുന്ന ആളുകൾ അതിനുള്ള തടസ്സങ്ങൾ വരുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഏറ്റവും സുരക്ഷിതമായ നിലക്ക് നേരത്തെ എത്താൻ പറ്റുന്ന നിലക്കുള്ള കർമ്മങ്ങളാവട്ടെ കാര്യങ്ങളാവട്ടെ അവൻ ചെയ്യും, അവൻ ശ്രദ്ധിക്കും, അതിനുള്ള പരിശ്രമം എടുക്കും, അതിനുള്ള പണിയെടുക്കും. ചില ഉലമാക്കൾ, ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ റിസാലയിൽ വിശദീകരിക്കുന്നിടത്ത് ഇതിനെ ഒന്നുകൂടിയും പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ ആ സമയത്ത് ഇബാദത്തുകളിൽ മുഴുകും. അള്ളാഹുലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നവർ, തഹജ്ജുദ് ആവട്ടെ, രാത്രി നിസ്കാരമാവട്ടെ, അല്ലെങ്കിൽ ദിക്റുകളോ ദുആകളോ ഖുർആൻ പാരായണമാവട്ടെ, ആ സമയം അള്ളാഹുവിനുള്ള ദിക്റിലായിക്കൊണ്ട് ചെലവഴിക്കും. അള്ളാഹുലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന് വിശദീകരിച്ച് കാണാം. അപ്പോൾ ആ സമയത്ത് യാത്ര പോകുക, അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹുലേക്ക് അടുക്കാനുള്ള എല്ലാ മാർഗവും അവൻ ശ്രദ്ധിക്കും. എന്നിട്ട് പറയാണ്, അങ്ങനെ ശ്രദ്ധിച്ച ആൾക്ക് വമൻ അദ്ലജ ബലഗൽ മൻസിൽ, എവിടെയാണോ അവന്റെ ലക്ഷ്യം അവന് വേഗം എത്തിച്ചേരാൻ സാധിക്കും, അവൻ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും, സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ചരക്ക് എന്നുള്ളത് വില കൂടിയ ഒന്നാണ്, അത് വില കൂടിയ ഒന്നാണ്, അഥവാ മൂല്യവത്തായിട്ടുള്ള ഒന്നാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ചരക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്, അത് സ്വർഗമാണ്. വെറുതെ കിട്ടാനുള്ള ഒരു കാര്യമല്ല, വെറുതെ കിട്ടാനുള്ള ഒരു കാര്യമല്ല, പരിശ്രമിച്ച് നേടിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. വഫി സ്വഹീഹൈൻ, മറ്റൊരു ഹദീസിൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ, عن أبي ذر رضي الله عنه قال قال رسول الله صلى الله عليه وسلم, അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ആതിൻ മിൻ റബ്ബി ഫഅഖ്ബറനി ഔ ഖാല ഫബശറനി, എന്റെ അടുക്കൽ അല്ലാഹുവിൽ നിന്ന് ദൂതൻ വന്നു, ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയായിരിക്കും, എന്നെ വന്ന് അറിയിക്കുകയുണ്ടായി, അന്നഹു മൻ മാത മിൻ ഉമ്മതിക്, നിന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടുകയാണ്, ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ,
ഷിർക്കിന്റെ വലുതോ ചെറുതോ ഗോപ്യമായ ഒന്നും തന്നെ ബാധിക്കാതെ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഖുൽതു, അപ്പോൾ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വഇൻ സന വഇൻ സറഖ, അവൻ വ്യഭിചരിച്ചാലും അവൻ കട്ടെടുത്താലും. ഇത് മൂന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്, ഖാല വഇൻ സന വഇൻ സറഖ. ഇത് കേട്ടപ്പോൾ അത്ഭുതമായി. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരാൾക്ക് എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് കേട്ടപ്പോൾ. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അവൻ വ്യഭിചരിച്ചാലും കട്ടെടുത്താലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സന വഇൻ സറഖ, അവൻ വ്യഭിചരിച്ചാലും കട്ടെടുത്താലും അവൻ ശിർക്ക് ചെയ്തിട്ടില്ലേ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. വീണ്ടും അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ തന്നെ. വീണ്ടും ചോദിക്കുന്നുണ്ട്. വീണ്ടും പറഞ്ഞു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറിന് ഇനി എത്ര ഇഷ്ടമില്ലെങ്കിലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. ഈ ഒരു ഹദീസ് ഈ ഒരു ബാബിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നിടത്ത്, അഥവാ അള്ളാഹുമായിട്ടുള്ള കച്ചവടത്തിൽ അല്ലെങ്കിൽ അഖദിൽ ചർച്ച ചെയ്യാനുള്ള കാരണം, അള്ളാഹുമായിട്ടുള്ള കരാറിൽ ഏറ്റവും അടിസ്ഥാന കരാർ എന്താണ്? തൗഹീദാണ്. തൗഹീദിനെ തകർക്കുന്ന കാര്യമാണ് ശിർക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ ഒരു അംശവുമില്ലാതെ തൗഹീദ് കാത്തു സൂക്ഷിക്കാൻ, അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് തൗഹീദിന്റെ കിതാബുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ശിർക്കിന്റെ ഏറ്റവും ഗോപ്യമായ അവസ്ഥ എന്നുള്ളത് തന്നെ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതേ ആശയത്തിൽ തൗഹീദിന്റെ പ്രാധാന്യം അറിയിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള കരാറിൽ അതാണ് പ്രാധാന്യമുള്ളത് എന്ന് അറിയിക്കുന്ന മറ്റൊരു ഹദീസ് കൊടുക്കുന്നുണ്ട്. വഫി സഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ, മിൻ ഹദീസ് ഉബാദത്ത് ഇബ്നു സ്സാമിത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉബാദത്ത് ഇബ്നു സ്സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഷഹാദത്ത് ചെയ്യുന്നത്, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലും, വകലിമതുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻ, മറിയം അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല ഇട്ടിട്ടുള്ള കലിമത്തും അതുപോലെ അല്ലാഹുവിന്റെ റൂഹുകളിൽ നിന്ന് റൂഹുമാണ് എന്ന് വിശ്വസിക്കുന്നത്, സാക്ഷ്യം വഹിക്കുന്നത്, വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്നൻ നാറ ഹഖ്ഖുൻ, സ്വർഗ്ഗം ഹഖാണ്, സത്യമാണ്, നരകം സത്യമാണ്, അദ്ഖലഹുല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്ന അസ്സമാനിയതി ശാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതിലെങ്കിലും അല്ലാഹു തആല അവനെ പ്രവേശിപ്പിക്കും എന്നുള്ളത്. അതോ തൗഹീദ് ഏറ്റവും കൃത്യമാണ് എങ്കിൽ അതിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കും എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം ഇവിടെ ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ സ്വർഗപ്രവേശനം ലഭിക്കാൻ ഈ കർമ്മങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സൽക്കർമ്മങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞു, കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു മസ്അല വരുന്നത്, കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗം ലഭിക്കുമോ? അതായത് ഒരാൾ സ്വർഗത്തിന് പ്രവേശനത്തിന് ആവശ്യമായ കർമ്മങ്ങൾ അയാളുടെ കയ്യിലുണ്ട്, ആ കർമ്മങ്ങൾ മതിയോ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ എന്നുള്ളൊരു മസ്അലയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, വഹാഹുന അംറുൻ യജിബു തൻബീഹു അലൈഹി, ഇവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. വഹുവ അന്നൽ ജന്നത ഇന്നമാ തുദ്ഖലു ബിറഹ്മത്തില്ലാഹി വലൈസ അമലുൽ അബ്ദി മുസ്തഖില്ലൻ ബിദുഖൂലിഹാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് ബിറഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. വലൈസ അമലുൽ അബ്ദി മുസ്തഖില്ലൻ ബിദുഖൂലിഹാ, ഒരടിമയുടെ കർമ്മം കൊണ്ട് മാത്രമല്ല സ്വർഗപ്രവേശനം ലഭിക്കുക. അതായത് ഞാൻ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അതിന് പകരമായിട്ട് സ്വർഗം കിട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സമ്പത്തും ശരീരങ്ങളും എല്ലാം പിന്നെ നൽകുന്നു, അതിന് പകരം സ്വർഗം കിട്ടുന്നു എന്നുള്ളത്. അത് എന്തല്ല, ഈ കർമ്മങ്ങൾ കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല, അത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്വർഗപ്രവേശനം ലഭിക്കുന്നത്. വൈൻ കാന സബബൻ, ഇനി ഈ കർമ്മങ്ങൾ ഒരു കാരണമാണ്, ഒരു കാരണമായിട്ട് അതിനെ പരിഗണിക്കണം. വലിഹാദാ അസ്ബത അല്ലാഹു ദുഖൂലഹാ ബിൽ അഅമാലി ഫീ ഖൗലിഹി ബിമാ കുൻതും തഅമലൂൻ. അതുകൊണ്ടാണ് സൂറത്തുൽ അൻകബൂത്തിലെ 8ാമത്തെ ആയത്തിലും അതല്ലാത്ത ആയത്തുകളിലും അല്ലാഹു തആല സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സ്വർഗപ്രവേശനെ പറ്റി പറഞ്ഞപ്പോൾ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. അതായത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടാണോ നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുന്നത് എന്നാണ് ചർച്ച. കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗം ലഭിച്ചു, അപ്പൊ കർമ്മങ്ങൾ ചെയ്താൽ അതിന് പകരം സ്വർഗം ലഭിക്കുന്നു, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്നാൽ അങ്ങനെയല്ല. ഈ കർമ്മങ്ങൾ ഒരു കാരണമാണ്.
കാരണം ഖുർആനിൽ ഈ പറഞ്ഞ ബിമാ കുൻതും തഅമലൂൻ എന്നുള്ള ആയത്തുകൾ ധാരാളം സന്ദർഭങ്ങളിൽ ഇതേ ആശയത്തിലും വേറെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ കാരണത്താൽ സ്വർഗം കിട്ടുന്നു എന്ന നിലക്ക്. എന്നാൽ അടിസ്ഥാനത്തിൽ സ്വർഗപ്രവേശനത്തിന്റെ കാരണം അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് സ്വർഗം ലഭിക്കുക. എന്നിട്ട് പറയാണ് വനഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഖൂലഹാ ബിൽ അഅ്മാൽ ബിഖൗലിഹി. ഖുർആനിൽ ബിമാ കുൻതും തഅമലൂൻ എന്നുള്ള ആയത്തുകൾ വന്നിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ലൻ യദ്ഖുല അഹദും മിൻകും അൽ ജന്നത ബിഅമലിഹി. നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങളുടെ കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള ആശയത്തിൽ, നിങ്ങളുടെ കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇപ്പോൾ ചില ആൾക്ക് തോന്നാലോ, ഇപ്പോൾ ഖുർആനിലൊന്ന് വന്നു, ഹദീസിൽ വേറൊന്ന് വന്നു. ഖുർആനിൽ പറയുന്നു കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പറയുന്നു, ഇത് ഹദീസിൽ പറയുന്നു കർമ്മം കൊണ്ടല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഹദീസിൽ പറയുന്നു. അല്ലെങ്കിൽ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ, ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത്? ഇബ്നുൽ ഖയ്യിം പറയുന്നു വലാ തുനാഫി ബൈനൽ അംറൈൻ ലിവജ്ഹൈൻ. രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല, ഈ രണ്ടും എതിരാകുന്നില്ല. രണ്ട് കാരണങ്ങൾ നമുക്കതിന് പറയാൻ സാധിക്കും. ഒരു കാരണം എന്നല്ല, രണ്ട് കാരണം പറയാൻ സാധിക്കും. ഇത് രണ്ടും തമ്മിൽ യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല എന്നുള്ളത്. എന്താണത്? അഹദുഹ, ഒന്നാമത്തേത് മാ ദക്കറഹു സുഫിയാൻ വഗൈറു. സുഫിയാൻ അസ്സൗരിയെ പോലെ അല്ലെങ്കിൽ മുൻഗാമികളായ ഇമാമിയങ്ങൾ പോലെ അവർ പറഞ്ഞ കാര്യം. ഖാല, അവർ പറഞ്ഞു, കാനു യഖൂലൂൻ, അവർ പറയാറുണ്ടായിരുന്നു, അന്നജാതു മിനന്നാർ ബിഅഫ്വില്ലാഹ്. നരകത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നത് അള്ളാഹുവിന്റെ അഫ്വ് കൊണ്ടാണ്, അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച കൊണ്ടും അള്ളാഹു നൽകുന്ന പാപമോചനം കൊണ്ടാണ്. വദുഖൂലുൽ ജന്നതി ബിറഹ്മതിഹി. സ്വർഗത്തിൽ ഒരാൾ പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. വഖ്തിസാമുൽ മനാസിൽ വദ്ദറജാത്ത് ബിൽ അഅ്മാൽ. എന്നാൽ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ വ്യത്യസ്ത ദറജകളും സ്ഥാനങ്ങളും വേർതിരിക്കപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, സൽക്കർമ്മങ്ങളുടെ ഓരോ ആളുകൾ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ويدل على هذا حديث أبي هريرة رضي الله عنه الذي سيأتي إن شاء الله. ഇതിന് തെളിവായിക്കൊണ്ട് അവർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള, തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. അന്ന അഹ്ലൽ ജന്ന ഇദാ ദഖലൂഹാ നസലൂ ഫീഹാ ബിഫദ്ലി അഅ്മാലിഹിം. സ്വർഗാവകാശികൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്ഥാനങ്ങൾ, അവരെത്തുന്ന സ്ഥാനം എന്നുള്ളത് അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത്. അപ്പോ ഇവിടെ ചർച്ച ഖുർആനിൽ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് വന്നിട്ടുണ്ട്. ഹദീസിൽ നിങ്ങളുടെ കർമ്മം കൊണ്ടല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്ന് വന്നിട്ടുണ്ട്. ഇത് രണ്ടും എതിരല്ല എന്നുള്ളതിന് ഒന്നാമത്തെ അഭിപ്രായം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് സ്വർഗപ്രവേശനത്തിന്റെ കാരണം അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എന്നാൽ ആ സ്വർഗത്തിനകത്ത് വ്യത്യസ്ത ദറജകളിലും സ്ഥാനങ്ങളിലും ആളുകളാകുന്നത് അവർ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. രണ്ടാമത്തേത് വസ്താനി, രണ്ടാമത്തേത് പറയുന്നത് ഇത് ഭാഷാപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അന്നൽ ബഅല്ലതി നഫത് ദുഖൂല ഹിയ ബഅഉൽ മുആവദ. അതായത് അറബി ഭാഷയിൽ ബാ എന്നുള്ള അക്ഷരം, ബിസ്മില്ലാ എന്നുള്ളതിന്റെ ബാ ഉണ്ടല്ലോ, അതുപോലെ ബാ എന്നുള്ള അക്ഷരം പല രീതിയിൽ ഉപയോഗിക്കും. ബാഉൽ ഇസ്തിആനയുണ്ട്, ബാഉൽ സബബിയുണ്ട്, ബാബുൽ മുആവദയുണ്ട്, ബാബുൽ മുഖാബലയുണ്ട്, പല അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ പ്രവേശനം ഈ കർമ്മങ്ങൾ കൊണ്ടല്ല എന്ന് പറഞ്ഞ സമയത്തുള്ള ഉപയോഗിച്ചിട്ടുള്ള ബാ എന്നുള്ളത് ബാഉൽ മുആവളത്താണ്. ബാഉൽ മുആവളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എനിക്ക് ഇത് തന്നാൽ ഞാൻ നിനക്ക് നൽകും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ബി അന്ന ലഹുമുൽ ജന്ന എന്നുള്ളത്, നഫ്സും സമ്പത്തും തന്നു കഴിഞ്ഞാൽ അതിന് പകരമായിട്ടാണ് സ്വർഗം എന്ന നിലക്ക് ഉപയോഗിക്കുന്ന. ഒന്ന് ഇങ്ങോട്ടൊന്ന് തന്നാൽ അതിന്റെ വിലയായിട്ട് അങ്ങോട്ടൊന്ന് നൽകുന്നു എന്നുള്ളതിന് ആ ബാ ഉപയോഗിക്കുക. അപ്പോ അമല് കൊണ്ടല്ല സ്വർഗം ലഭിക്കുന്നത് എന്ന് പറഞ്ഞ ഹദീസുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ബാ അത് ഏത് അർത്ഥത്തിലാണ്? ബാഉൽ മുആവള എന്ന അർത്ഥത്തിലാണ്. അഥവാ കർമ്മം കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗം ഇങ്ങോട്ട് കിട്ടും എന്ന അർത്ഥത്തിലല്ല കർമ്മങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന്. ഒന്നുകൂടി പറയാം, ഈ ബാഉൽ മുആവള എന്ന ബാ ഉപയോഗിക്കുന്നത് അറബി ഭാഷയിൽ ഒരു കാര്യം നൽകിയാൽ അതിന് പകരമായിട്ട് ഒരു കാര്യം ഇങ്ങോട്ട് വാങ്ങുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളയിടത്ത് ബി അമലിഹി, കർമ്മം കൊണ്ടല്ല സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന അവിടെ ഉപയോഗിച്ചിട്ടുള്ള ബാഉൽ മുആവളയാണ്. അപ്പൊ അർത്ഥം എന്തായി? നിങ്ങൾ കർമ്മം ചെയ്താൽ അത് കൊടുക്കുന്നതിന് പകരമായി സ്വർഗം കിട്ടും, അങ്ങനെ കിട്ടില്ല എന്നറിയിക്കാനാണ് അവിടെ ആ ബാ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലത്തി യകൂനു ഫീഹാ അഹദുൽ ഇബവൈനി മുഖാബിലുൽ ആഖിർ, ഒന്നിന് പകരമായിട്ട് ഒന്ന്. അപ്പോൾ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, അപ്പോൾ ആ കർമ്മങ്ങൾ പറഞ്ഞു അല്ലാഹ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ ഇതിന് പകരമായിട്ട് സ്വർഗം കിട്ടണം, അങ്ങനെ സ്വർഗം കിട്ടൂല എന്നാണ് അതിന്റെ ഉദ്ദേശം.
വൽ ബാഉല്ലത്തി അസ്ബതത് ദുഖൂല, എന്നാൽ ചില സന്ദർഭങ്ങളിൽ ബിമാ കുൻതും തഅമലൂൻ അല്ലെങ്കിൽ ബിഅമലിഹി, അവന്റെ കർമ്മം കൊണ്ട് സ്വർഗം പ്രവേശിക്കുന്നു, നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നു എന്ന് പറയുന്നിടത്ത് ഹിയ ബാഉ സബബിയ്യ, അത് ബാഉ സബബിയ്യാണ്. ബാഉ സബബിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണോ പറഞ്ഞത് അതിനൊരു കാരണമാണ് ഈ പറയുന്ന കാര്യം. ഉദാഹരണത്തിന് മുൻഗാമികളെ നശിപ്പിച്ച കാര്യം പറഞ്ഞിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നാം അവരെ പിടികൂടി അവരെ എല്ലാവരെയും. അതിനുള്ള കാരണം എന്താണ്? ബിദംബിഹി, ബിസബബി ദംബിഹി, അവരുടെ പാപം കാരണത്താൽ. അപ്പോ ഈ അമല് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഉപയോഗത്തിലുള്ള ബാഇന്റെ അർത്ഥം ബിസബബി അമലി, ബിസബബിൽ അമൽ, അവർ ചെയ്ത കർമ്മങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതൊരു കാരണമാണ് എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലദീ തഖ്തളി സബബിയ്യത മാ ദഖലത് അലൈഹി ലിഗൈരിഹി വഇല്ലം യകുൻ മുസ്തഖില്ലൻ ബിഹസൂലിഹി. ഈ കർമ്മം കൊണ്ട് മാത്രമല്ല ഇത് കിട്ടുന്നത്, അതിനൊരു കാരണമാണ് ഈ കർമ്മം എന്ന നിലക്കാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ പറയാണ്. അതായത് കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞെടുത്ത് ഉപയോഗിച്ച ബാവും കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം കിട്ടും എന്ന് ഉപയോഗിച്ച ബാവും രണ്ടാണ്. കിട്ടൂല എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ച ബാഇന്റെ അർത്ഥം കർമ്മം കൊടുത്തിട്ട് സ്വർഗം പകരം വാങ്ങുക, അങ്ങനെ അല്ല കിട്ടുക. എന്നാൽ രണ്ടാമത് പറഞ്ഞത് ആ സ്വർഗം കിട്ടാൻ ഒരു കാരണമാണ് ഈ കർമ്മങ്ങൾ എന്ന അർത്ഥത്തിലാണ് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ടും തമ്മിൽ എന്തില്ല, എതിരാകുന്നില്ല. അത് രണ്ടിന്റെയും ഉപയോഗം അറബി ഭാഷയിൽ വ്യത്യസ്തമാണ് എന്നുള്ളത്. وقد جمع النبي صلى الله عليه وسلم بين الامرين في قوله, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു ഹദീസിൽ ഈ രണ്ടെണ്ണത്തിനെയും ഒരുമിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് സദ്ദിദു വഖാരിബു വഅബ്ശിറു, നിങ്ങൾ നേരെ ചൊവ്വേ നിലകൊള്ളുക, എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ ഇടക്ക് വീഴ്ചകളോ പാപങ്ങളോ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് നേരെ ചൊവ്വേ നിൽക്കാൻ പരിശ്രമിക്കുക. വഖാരിബു, അതിനോട് അടുത്ത് നിൽക്കുക. വഅബ്ശിറു, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന അഹദൻ മിൻകും ലൻ യൻജുഅ ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് വിജയിക്കുകയില്ല അല്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല, നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുകയില്ല. ഖാലു വലാ അൻത യാ റസൂലല്ലാഹ്, അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ താങ്കളും അങ്ങനെ തന്നെയാണോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ അവന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ. ഇവിടെ ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൻ യൻജുവ ബിഅമലിഹി എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞപ്പോ ബിറഹ്മതിഹി എന്ന് പറഞ്ഞു. ബിഅമലിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമല് കൊടുത്തുകൊണ്ട് സ്വർഗം പകരം വാങ്ങാൻ പറ്റൂല, അങ്ങനെയല്ല അത് എന്നുള്ളതാണ് ഉദ്ദേശം. ബിറഹ്മതിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കാരുണ്യം കൊണ്ട് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ബിഅമലിഹി എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, സ്വർഗം കൊടുത്ത് അമല് കൊടുത്ത് പകരം സ്വർഗം വാങ്ങുന്ന ഒരു അവസ്ഥയിലല്ല നിങ്ങൾക്ക് സ്വർഗം കിട്ടുക. സ്വർഗം കിട്ടാനുള്ള അടിസ്ഥാന കാരണം ബിറഹ്മതിഹി, അവന്റെ കാരുണ്യമാണ്. വമൻ അറഫ അല്ലാഹ സുബ്ഹാനഹു, ഇബ്നു ഖയ്യിം അത് അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച. വമൻ അറഫ അല്ലാഹ സുബ്ഹാനഹു വശഹിദ മശ്ഹദ ഹഖ്ഖിഹി അലൈഹി, ആരാണോ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്, അള്ളാഹുവിന് അവന്റെ മേലുള്ള അവകാശങ്ങളെ ബോധ്യപ്പെടുന്നത്, വമശ്ഹദ തഖ്സീരിഹി വദുനൂബിഹി, അവന്റെ കുറവുകളെ കുറിച്ചും ബോധ്യപ്പെടുന്നത്. അതായത് ആർക്കാണോ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാകുന്നത്, അള്ളാഹുവിന് അവന്റെ മേലെയുള്ള ഹക്ക് അവകാശത്തെ കുറിച്ച് മനസ്സിലാകുന്നത്, അവന്റെ കുറവുകളും പാപങ്ങളും ബോധ്യപ്പെടുന്നത്, അവൻ അവന്റെ ഖൽബ് കൊണ്ട് ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടവസ്ഥ കൃത്യമായി ബോധ്യപ്പെടും. വല്ലാഹുൽ മുസ്തആൻ. അതായത് കാരുണ്യം കൊണ്ടേ സ്വർഗം ലഭിക്കുകയുള്ളൂ, കർമ്മം എന്നുള്ളത് അതിന്റെ ഒരു ഭാഗത്തുള്ള കാരണം മാത്രമാണ് എന്നുള്ളത് അള്ളാഹുവിന് അവന്റെ മേലുള്ള ഹക്കിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും മനസ്സിലാക്കുകയും നമ്മുടെ അല്ലെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ പാപങ്ങളും കുറവുകളും കുറിച്ച് ആലോചിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ കാര്യം കൊണ്ടല്ലാതെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം വാങ്ങാൻ നിന്നാലോ നമുക്ക് ഒരാൾക്കും സ്വർഗം കിട്ടാത്ത അവസ്ഥയായിരിക്കും. അതായത് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് പകരം സ്വർഗം കിട്ടണം എന്ന നിലക്കാണെങ്കിലോ നടക്കില്ല. എന്നാൽ അതിനൊരു കാരണമാണ് കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിനൊരു കാരണമാണ്. എന്തിന്? അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ ഒരു കാരണമാണ്. ആ കാരുണ്യം കൊണ്ട് മാത്രമേ സ്വർഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ആ സ്വർഗത്തിൽ ദർജകൾ വ്യത്യാസപ്പെടുന്നത് അവന്റെ കർമ്മങ്ങൾ കൊണ്ടുമാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ
അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.